ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഓണമായി വരുന്നു അല്ലേ? നമുക്ക് ഓണസദ്യയിലേക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി പച്ചടി തയ്യാറാക്കാം. ഞാനിവിടെ പച്ചക്കറികളൊന്നും വെച്ചല്ല കേട്ടോ തയ്യാറാക്കുന്നത്. നമുക്ക് പച്ചക്കറികളില്ലെങ്കിലും നമുക്ക് പച്ചടി തയ്യാറാക്കാം. ഞാനിവിടെ 2 തക്കാളി വെച്ചിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നത്. പച്ചക്കറികൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 തക്കാളി വെച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാം നല്ല രുചികരമായ പച്ചടി. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത 2 തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതോ നടു കീറിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ്, തക്കാളി വേകുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് അതിൽ പിടിക്കാനായിട്ട് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് തക്കാളി വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച നമ്മുടെ ഈ മിക്സ് നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ തക്കാളിയിൽ ആവശ്യത്തിന് വെള്ളമുള്ളത് കൊണ്ട് തേങ്ങ അരപ്പിലെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. മിക്സിയുടെ ജാറ് നന്നായി കഴുകിയതിന് ശേഷം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം നമുക്ക് തേങ്ങ അരപ്പിൻ്റെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊടിച്ചെടുക്കരുത്, ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒഴിച്ചത് കണ്ടില്ലേ, അതാണ് തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെന്താ വേണ്ടത്, തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ തേങ്ങ അരപ്പൊന്ന് വേവണം. അത് വേവുന്നത് വരെ നമുക്ക് ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലൂസാവാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ആ മിക്സി ജാറിൽ ഉണ്ടായിരുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കേണ്ടത്. കണ്ടില്ലേ, പച്ചടിക്ക് ഇതുപോലെ വേണം കിട്ടാനായിട്ട്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ കൂട്ടാം, തക്കാളി കൂട്ടാം, എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഇതുപോലെ വെള്ളമെല്ലാം വറ്റി അരപ്പ് നന്നായി വെന്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കി നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര്, മീഡിയം പുളിയുള്ള തൈരാണ് കേട്ടോ. തക്കാളി നമുക്ക് കുറച്ച് പുളി ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ രുചികരമായ ഒരു തക്കാളി പച്ചടിയാണ് കേട്ടോ. ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒരു പച്ചടി തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഇവിടെ കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മീഡിയം ചൂടേ ഉള്ളൂ കേട്ടോ, അത്രയേ പാടുള്ളൂ. ഇനി നമുക്കിത് താളിക്കാനായി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയോ ചെറിയൊരു പാനോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള താളിക്കാനുള്ളതെങ്കിൽ ആ പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് നമുക്കിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നാടൻ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയായി. ഇത് നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പച്ചടിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചോറിനൊപ്പം കഴിക്കാനായിട്ട് വളരെ രുചികരമായ ഒരു പച്ചടിയാണ് കേട്ടോ ഇത്. ഈ ഓണത്തിന് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒരു പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെറൈറ്റി രുചിയായിരിക്കും ഇതിന്. പച്ചക്കറികൾ ഇല്ല എന്ന് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. 2 തക്കാളി
കുറച്ച് തൈരുമുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായിട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.